സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ധനവകുപ്പിനെ സമീപിക്കാൻ നടപടി തുടങ്ങി. ഓണക്കാല ആനുകൂല്യങ്ങൾ നൽകിയതിനു ശേഷം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. 2024 മാർച്ചിൽ തുടങ്ങി ഡിസംബറിൽ അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ കേന്ദ്രം അനുമതി നൽകിയത് 21,253 കോടി രൂപ കടമെടുക്കാനാണ്. വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നൽകിയതിനു ശേഷമുള്ള നീക്കിയിരിപ്പ് 3,700 കോടി രൂപയാണ്. ഇത്രയും തുക ഉപയോഗിച്ച് വേണം ഡിസംബർ വരെ സർക്കാരിന് മുന്നോട്ടു പോകാൻ. വയനാട് ദുരന്തത്തെ തുടർന്ന് സർക്കാർ തല ഓണാഘോഷ പരിപാടികൾ ഉപേക്ഷിച്ചെങ്കിലും ജീവനക്കാർക്ക് ഓണക്കാല ആനുകൂല്യങ്ങൾ നൽകാനും പെൻഷൻ, വിപണി ഇടപെടൽ എന്നിവയ്ക്കായി 3,000 കോടി രൂപ കണ്ടെത്തണം. ഓണം ബോണസ്, ഉത്സവ ബത്ത, അഡ്വാൻസ് എന്നിവയ്ക്കായി വേണ്ടത് 700 കോടി രൂപ. 600 കോടി രൂപ വേണം ഓണക്കാലത്ത് അസംഘടിത മേഖലയിൽപ്പെട്ടവർക്ക് ആനുകൂല്യം നൽകാൻ. 2 മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണത്തിന് 1,900 കോടി രൂപ കണ്ടെത്തണം. തീരുന്നില്ല. ഓണക്കാല വിപണി ഇടപെടലിനായി 500 കോടി രൂപ സർക്കാർ നൽകണം. ആകെ വേണ്ടത് 3,000 കോടിയിലധികം. ക്രിസ്തുമസ് ഉൾപ്പെടെ അടുത്ത 3 മാസത്തെ ചെലവുകൾക്ക് സർക്കാരിൻ്റെ പക്കൽ ശേഷിക്കുന്നത് തുച്ഛമായ തുക മാത്രം. ഇത് കണക്കിലെടുത്താണ് കടമെടുക്കൽ പരിധി വർദ്ധിപ്പിക്കാൻ സർക്കാർ കേന്ദ്ര ധനവകുപ്പിൻ്റെ സഹായം തേടുന്നത്. ഡിസംബർ മുതൽ മാർച്ച് വരെ എത്ര തുക അനുവദിക്കുമെന്ന കാര്യത്തിലും കേന്ദ്രം ഇതുവരെ വ്യക്തമായ ഉറപ്പ് നൽകിയിട്ടില്ല. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.